വൃക്ഷാസനം ശരീരത്തിൻ്റെ ബാലൻസിനും ഏകാഗ്രതയ്ക്കും ചെയ്യാം. വൃക്ഷാസനം ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് വൃക്ഷാസനം. നാഡികളുടെയും പേശികളുടെയും സംയോജിത പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതിന് ഈ ആസനം വളരെ ഫലപ്രദമാണ്. മാനസികമായ ഏകാഗ്രതയാണ് വൃക്ഷാസനത്തിൻ്റെ മറ്റൊരു ഗുണം. ചെയ്യേണ്ട വിധം: നേരെ നിവർന്നു നിൽക്കുക. വലത് കണങ്കാൽ ഉയർത്തി പാദം ഇടത് മുട്ടിൻ്റെ മുകളിൽ പതിപ്പിച്ചു നിൽക്കുക. ആദ്യത്തെ ശ്രമത്തിൽ ഇങ്ങനെ നിൽക്കാൻ ബാലൻസ് കിട്ടിയെന്ന് വരില്ല. തുടർച്ചയായ ശ്രമങ്ങളിലൂടെ അത് സാധ്യമാകും. ഒറ്റക്കാലിൽ നിന്ന് കൈകൾ നെഞ്ചിനു മുമ്പിൽ കൂപ്പി നിൽക്കുക. തുടർന്ന് കൈകൾ ശിരസിന് മുകളിൽ ഉയർത്തി കൈത്തലങ്ങളിൽ ചേർത്തു പിടിച്ച് മുകളിലേക്ക് തൊഴുതു നിൽക്കുക. ശിരസ് നേരെയാക്കി ദൂരെയുള്ള ഒരു വസ്തുവിൽ നോട്ടം കേന്ദ്രീകരിക്കുക. ഈ നിലയിൽ 1 മിനിറ്റോളം നിൽക്കണം. ഇടത് കാൽ ഉയർത്തി വലതു മുട്ടിന് മുകളിൽ വച്ച് ആവർത്തിക്കുക. എല്ലാവർക്കും ഗാന്ധിദർശൻ യോഗ പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആസന ട്രീ പോസ്റ്റർ ഓർ വൃക്ഷാസനം. അറിയാലോ, എന്താണ് ട്രീ? മരത്തെ പോലെ നമ്മൾ നിൽക്കുന്നു. മരം അറിയാലോ, ഒരു തടിയിൽ പോയിട്ട് ഇതായിട്ട് പോവുകയല്ലേ മരം. അതുപോലെ മരത്തിനെ പോലെ നമ്മൾ സ്ട്രോങ് ആവാനും മരത്തിനെ പോലെ മുകളിലേക്ക് ഉയർന്നു പോകാനും വേണ്ടി ചെയ്യുന്ന ആസനമാണ് വൃക്ഷാസനം. മരത്തെ പോലെ നിൽക്കുന്നു, അനങ്ങാതെ മരത്തെ പോലെ നിൽക്കുന്നു. വൃക്ഷാസനം. ഇതിന്റെ ഗുണങ്ങൾ: കാലുകൾ സ്ട്രെങ്തൻ ചെയ്യുന്നു, നമ്മുടെ ബാലൻസിങ് പവർ കൂടുന്നു, മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിക്കുന്നു, കൈകളും കാലുകളും ശക്തിപ്പെടുന്നു, നമ്മുടെ നാഡീ ഞരമ്പുകളെല്ലാം ഉത്തേജിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഉന്മേഷം കൂടുന്നു. വൃക്ഷാസനം അല്ലെങ്കിൽ ട്രീ പോസ്റ്റർ എന്നാണ് പറയുന്നത്. 2 കാലുകൾ ഷോൾഡർ അകലത്തിൽ വെച്ച് നമ്മൾ നീണ്ടു നിവർന്നിരിക്കുന്നു. ഒരു ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ വലത് കാൽ ഉയർത്തി ഇടത് തുടയുടെ മുകളിലേക്ക് വയ്ക്കുന്നു. കാലിന്റെ ഉൾവശം ഇടത് കാലിൽ പതിഞ്ഞിരിക്കുന്നു. ദൂരെ ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തൊഴുത് മുൻവശത്ത് പിടിക്കുന്നു. ദൂരെ ഒരു പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു. പതുക്കെ ദൂരെ ഒരു പോയിന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. 1 2 3 4 5 6 7 8. പതുക്കെ കൈകൾ താഴ്ത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നു. കാലുകൾ പതുക്കെ താഴ്ത്തുന്നു. കാലുകൾ അകത്തി വെച്ച് റിലാക്സ് ചെയ്യുന്നു. കാലുകൾ അല്പം അകത്തി വെച്ച് കൈകൾ അകത്തി വെച്ച് ഭാരം ഭൂമിയിലേക്ക് ഇറക്കി വെച്ച് റിലാക്സ് ചെയ്യുന്നു. ഇതുപോലെ ഇടത് കാലിലും ചെയ്യാം. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്തി വലത് തുടയില് വയ്ക്കുന്നു. കാൽ വിരലുകൾ താഴേക്ക് പോയിന്റ് ചെയ്തായിരിക്കണം. നമുക്ക് ചെയ്യാം. ഇടത് കാൽ ഉയർത്തി തുടയിൽ വയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ മുന്നിൽ തൊഴുകൈയോടെ പിടിക്കുന്നു. വീണ്ടും ദൂരെ ഒരു പോയിന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ അങ്ങ് മുകളിലേക്ക് ഉയർത്തി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. അങ്ങനെ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. 1 2 3 4
5, 6, 7, 8. ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പതുക്കെ താഴ്ത്തുന്നു, കാലുകൾ താഴ്ത്തുന്നു, കാലുകൾ അകത്തി വയ്ക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ശ്വാസത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുന്നു. ഒരിക്കൽ കൂടി ചെയ്യാം. കാലുകൾ ഷോൾഡർ അകലത്തിൽ, ഭാരം 2 കാലിലായി ക്രമീകരിച്ച് നിർത്തുന്നു. കൈകൾ ശരീരത്തോട് ചേർത്ത് നിവർന്ന് നിൽക്കുന്നു. ദൂരെ ഒരു വസ്തുവിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ വലത് കാൽ ഉയർത്തി ഇടത് തുടയിൽ വയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് നമസ്കാരാസനം, കൈകൾ ചേർത്ത് നെഞ്ചിന് മുന്നിൽ ചേർത്ത് പിടിച്ച് നമസ്കാരാസനത്തിൽ നിൽക്കുന്നു. വീണ്ടും ഒരു ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് അങ്ങ് ഉയർത്തുന്നു. ദൂരെ ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമുക്ക് റിലാക്സ് ചെയ്തിരിക്കണം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ കൈകൾ താഴ്ത്തുന്നു, കാലുകൾ താഴ്ത്തുന്നു, കാലുകൾ അല്പം അകത്തി വയ്ക്കുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇതുപോലെ ഇടത് കാലിൽ ചെയ്യാം. ഇടത് കാൽ ഉയർത്തി വലത് തുടയ്ക്ക് മുകളിൽ വയ്ക്കുന്നു. ദൂരെ ഒരു പോയിന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. കൈകൾ തൊഴുകൈയോടെ മുന്നിൽ. ഒരു ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുന്നു. ദൂരെ ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പതുക്കെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യൂ. മുഖം റിലാക്സ് ചെയ്തിരിക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പതുക്കെ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നു, കാലുകൾ താഴ്ത്തുന്നു, കാലുകൾ അകത്തി വയ്ക്കുന്നു. പാല 2 കാലുകളിലായി ക്രമീകരിച്ച് റിലാക്സ് ചെയ്യുന്നു. വൃക്ഷാസനം. നമ്മുടെ കാലുകൾ സ്ട്രെങ്തൻ ചെയ്യാൻ, നമ്മുടെ ഏകാഗ്രത കൂട്ടാൻ. പണ്ടത്തെ മുനിമാരൊക്കെ തപസ് ചെയ്തിരുന്നതൊക്കെ വൃക്ഷാസനത്തിൽ നിന്നൊക്കെ തപസ് ചെയ്ത ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? നമുക്ക് ഏകാഗ്രത കൂട്ടാനും നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഏറ്റവും പറ്റിയ ആസനയാണ് വൃക്ഷാസനം. ഇത് നമുക്ക് കൂടുതൽ നിന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് നോട്ടം മുകളിലേക്ക് കൊണ്ടുവരാം. പ്രാക്ടീസ് നമ്മൾ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ശ്വാസം എടുത്ത് കാലുകൾ ഉയർത്തുന്നു, മുന്നിൽ പിടിക്കുന്നു, നോട്ടം മുന്നിലേക്ക്. അതൊക്കെ നമ്മൾ മുന്നിൽ നോക്കിക്കൊണ്ട് നിൽക്കില്ലേ? പതുക്കെ നമ്മൾ നോട്ടം മുകളിലേക്ക് ആക്കി വരാം. മുകളിലേക്ക് നോക്കി നിന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. പതുക്കെ കൈകൾ താഴ്ത്തി കാലുകൾ താഴ്ത്താം. ഇതുപോലെ നമുക്ക് ബാലൻസിങ് പവർ കൂട്ടി കൊണ്ടുവരണം. ഓരോ ദിവസം കൂട്ടിക്കും തോറും നമ്മൾ എണ്ണത്തിൽ കൂട്ടി ചെയ്യണം. ഇടത് കാലിൽ കൂടി ചെയ്യാം. 2 കാലിലായി ഭാരം ക്രമീകരിച്ച് നിൽക്കുന്നു, നീണ്ടു നിവർന്ന് നിൽക്കുന്നു, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുന്നു.
ഒക്കെ ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാല് ഉയർത്തുന്നു. എവിടെയാണോ ബാലൻസ് കിട്ടുന്നത് അവിടെ വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് വിട്ടുകൊണ്ട് കൈകൾ മുന്നിൽ തൊഴുതു പിടിക്കുന്നു. ശ്വാസം വീണ്ടും എടുത്തുകൊണ്ട് ദൂരെ ഒരു പോയിന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നിലേക്ക് നോക്കുന്നു. നോക്കി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. പതിയെ നോട്ടം മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പതുക്കെ റിലാക്സ് ചെയ്യുന്നു. കണ്ണുകൾ രണ്ടും അകത്തി വെച്ച് ഭാരം ഭൂമിയിൽ ക്രമീകരിച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചു നിൽക്കുന്നു. റിലാക്സ് റിലാക്സ്. പതുക്കെ പതുക്കെ സാവധാനം നിൽക്കുന്ന സമയം നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരണം. എല്ലാവരും ചെയ്തു നോക്കുമല്ലോ. കുട്ടികൾക്കൊക്കെ ഏറ്റവും പഠനത്തിലൊക്കെ ശ്രദ്ധിക്കാനും നമ്മുടെ പോസ്റ്റർ ഇതാക്കാനും നമ്മുടെ ബോഡി ശക്തിപ്പെടാനും ഉന്മേഷം കിട്ടാനും ഏറ്റവും പറ്റിയ ആസനയാണ് വൃക്ഷാസനം. മരത്തെ പോലെ നിൽക്കുക അല്ലേ? മരത്തെ പോലെ അവസാനം നമ്മള് ബാലൻസ് കിട്ടി വരുമ്പോൾ എന്താണ് അനങ്ങാതെ നിൽക്കാൻ നമുക്ക് പറ്റും. ഒരു പോയിന്റ് ശ്രദ്ധിച്ച് സ്ട്രെസ് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റും. പതുക്കെ പതുക്കെ സമയം കൂട്ടി വരിക. ഓക്കെ.